ഈ സ്കിന്നിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രായം അധികം തോന്നിക്കുന്നതും കുറച്ച് തോന്നിക്കുന്നതും എല്ലാം. നമസ്കാരം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ ആൻഡ് ബ്യൂട്ടി, നമ്മുടെ ത്വക്കും സൗന്ദര്യവും. ഈ സൗന്ദര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ എക്സ്റ്റേണൽ സൗന്ദര്യമല്ല, ഇൻറ്റേർണൽ സൗന്ദര്യമാണ്. ചില ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യം നമ്മുടെ വിചാരിച്ച് വെച്ചിരിക്കുന്ന സൗന്ദര്യം എന്ന് നമുക്കറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ചില ആൾക്ക് കുട്ടികളുടെ സൗന്ദര്യമായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചില ആളുകൾക്ക് വയസ്സായവരുടെ സൗന്ദര്യമായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചില ആൾക്ക് ചെറുപ്പക്കാരുടെ ആയിരിക്കും, ചില ആൾക്ക് ആൺകുട്ടികളുടെ ഇഷ്ടപ്പെടും, ചില ആൾക്ക് സ്ത്രീകളുടെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സാണ് ഏറ്റവും വലിയൊരു സൗന്ദര്യം. അപ്പോൾ നമ്മൾ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ പ്രാധാന്യം കൊടുത്തെങ്കിൽ നമുക്ക് സ്കിൻ ആൻഡ് ബ്യൂട്ടി. സ്കിന്നെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഈ ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഞാൻ സ്കിന്നിനെ പറ്റി പറയാം. ഈ സ്കിന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ്. ദ സ്കിൻ ഈസ് എ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി എന്നാണ്. ഇപ്പോൾ നമ്മൾ പ്രാധാന്യം നമ്മൾ സ്കിന്നിന് കൊടുക്കുന്നില്ല ആരും. പക്ഷേ ഈ വലിയ മേക്കപ്പോ അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സ്കിന്നിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രായം അധികം തോന്നിക്കുന്നതും കുറച്ച് തോന്നിക്കുന്നതും എല്ലാം. അപ്പോൾ സ്കിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അവയവം. ഇത് നമ്മുടെ ശരീരത്തിനെ കംപ്ലീറ്റ് മൂടിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വസ്ത്രമാണ്. പഴയ ആളുകൾ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, അവർ നേക്കഡായിട്ട്, അതാണ് അവരുടെ ബ്യൂട്ടി. ഇപ്പോഴും നേക്കഡായിട്ട് നടക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ഈ ഡെവലപ്പ് കൺട്രീസിലുണ്ട്, സോ കോൾഡ് കൺട്രീസിലുമുണ്ട്. അപ്പോൾ ഞാൻ അത് ഓർമ്മ വന്നത്, അവിടെ ജർമ്മനിലായിരുന്നപ്പോൾ അവിടെ ഒരു ദ്വീപസമുദ്രമുണ്ട്. അല്ല, അത് ഒരു ദ്വീപുണ്ട്, സമുദ്രത്തിലല്ല, അല്ലാതെ തന്നെ ഒരു ദ്വീപ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വസ്ത്രം കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് അവിടുത്തെ രീതി. എന്നാൽ ഡെവലപ്പ് കൺട്രിയാണ്, എല്ലാമാണ്. അപ്പോൾ ഈ വസ്ത്രം സോക്കാളുടെ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇട്ടിരിക്കുന്നത് തന്നെയും അകത്ത് എന്തെല്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു സോക്കാൾഡ് വസ്ത്രമാണ്. നമ്മുടെ യഥാർത്ഥ വസ്ത്രം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കിൻ. അപ്പോൾ സ്കിന്ന് കൊണ്ടാണ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം പ്രാധാന്യം പ്രകൃതി ആ സ്കിന്നിന് കൊടുത്തിരിക്കുന്നു ആലോചിച്ചോളൂ. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ബാധിക്കും, സ്വഭാവത്തിന് വരെയും ബാധിക്കും. കാരണം നമ്മൾ ഒരുപാട് ഹോർമോൺസ് ഈ സ്കിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് വൈറ്റമിൻ D3 വേണമെങ്കിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ സ്കിൻ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാ സംഗതികൾക്കും പ്രിവെൻഷൻ ഉണ്ടാക്കുന്നതും സ്കിൻ തന്നെയാണ്. രോഗപ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് സ്കിന്നാണ്. സ്കിൻ നല്ല ശക്തിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങൾ പോലും വരില്ല. നമ്മൾ ചെയ്യുന്നത് ബാക്കി ഈ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ പിന്നെ ബ്യൂട്ടീഷ്യൻ ക്ലിനിക്കുകൾ, ഇപ്പോൾ പണ്ട് നമ്മൾ ബാർ ഷോപ്പായിരുന്നു, ഇപ്പോൾ എല്ലാം ക്ലിനിക്കുകളാണ്, ബ്യൂട്ടി ക്ലിനിക്ക് എന്നാണ് പറയുന്നത്. അപ്പം അതൊരു സോക്കാളുടെ ഉള്ളൂ. അത് ചെറിയൊരു വ്യത്യാസങ്ങൾ സിന്തറ്റിക് കെമിക്കൽസ് കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ യഥാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം നമ്മൾ പരിപാലിക്കുന്ന അത്രത്തോളം നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ രോഗങ്ങളും സ്കിന്നിൽ കൂടെയാണ് വരുന്നത്. ഇതാണ് ഹൂക്കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരസൈറ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ്? കാരണം നമ്മുടെ പാദത്തിൽ നിന്നാണ് കയറുന്നത്. ഈ പാദം നമ്മളെ പാദമാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും സൂക്ഷിക്കാത്തൊരു അവയവമാണ് പാദം. നമ്മൾ സ്കിന്നെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാദത്തിൻ്റെ കാര്യം രണ്ടുമൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം മോർ ദാൻ 7,000 നെർവ് എൻഡിങ്സ് ആർ ഓൺ ദി ഫീറ്റ്. 7,000 പേരെ നെർവ് എൻഡിങ്സ് ആണ് അവിടെ പിന്നെ പോകുന്നത്. അപ്പോൾ ഈ സ്കിന്നിൽ നിന്ന് നമുക്ക് ഈ പാദത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ഈ പഴയ കാലത്തുള്ള മനുഷ്യർ അവർ വസ്ത്രം ഉപയോഗിക്കത്തില്ല, ഷൂ ഉപയോഗിക്കത്തില്ല, ഒന്നും ഉപയോഗിക്കത്തില്ല. എർത്ത് അവർക്കറിയാൻ പറ്റും പാദത്തിൽ കൂടെ. പിന്നെ ഭൂമിയിൽ വെള്ളമുള്ള സ്ഥലം അവർക്ക് അറിയാൻ പറ്റും, ഇല്ലാത്ത സ്ഥലം അറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യുന്ന മൃഗങ്ങളെയാണ്.
അവരുടെ ഈ ഇപ്പോൾ ഉദാഹരണം ആനയായിക്കഴിഞ്ഞാൽ തന്നെയും അവരുടെ ഈ പാദത്തിലാണ് അത്രയും ഞരമ്പുകളൊന്നും അവസാനിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഭൂമി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പാദത്തിൻ്റെ സ്പർശന ശക്തി കൊണ്ട് അറിയാൻ പറ്റും. അതുപോലെ പാമ്പ്, ഇതെല്ലാം ഈ സ്കിന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം അന്ന് ഈ സുനാമി അതുപോലൊക്കെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴത്തേക്ക് ഈ പാമ്പെല്ലാം മരത്തിൻ്റെ മേളിൽ കയറി, ആനയെല്ലാം വലിയ കുന്നുകൾ നോക്കി, ഈ ഡൊമസ്റ്റിക് ആനിമൽസ് ഒഴിച്ച് ബാക്കി എല്ലാം രക്ഷപ്പെട്ടു. കാരണം അവർക്കതറിയാം. അപ്പോൾ ആ സ്കിന്നിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ആളുകൾ അത്രയും സ്കിന്നിന് പ്രാധാന്യം കൊടുക്കാറേ ഇല്ല. ഇപ്പോൾ നമ്മുടെ ആളുകൾ ഈ ഏറ്റവും അൺഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുന്നത് പാദങ്ങളെയാണ്. പക്ഷെ പാദമല്ല. ഈ പാദത്തിൻ്റെ പ്രാധാന്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു പുരാണങ്ങളിൽ പോകണം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് പാദസേവയെന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീരാമൻ്റെയും കഥ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പാദം കഴുകി ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്? അദ്ദേഹത്തിൻ്റെ അനിയൻ, നമ്മുടെ ഭരതൻ. അപ്പം ഇതുപോലെ തന്നെ ഈജിപ്തിൽ എല്ലാ മഹാരാജാക്കന്മാരും പണ്ട് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം പോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം, അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ പാദത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അത് നമ്മുടെ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ക്രിസ്ത്യാനിറ്റി, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പാദം കഴുകിച്ചു, അല്ലേ? പാദം കഴുകി. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് അവരെല്ലാം ആ പാദത്തിൻ്റെ. നമ്മൾ അറിഞ്ഞോ അറിയാതെ പാദം വളരെ പ്രധാനം. കാരണം നമ്മുടെ ഒരു ഫൗണ്ടേഷനാണത്. ഈ പാദം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കിന്നിനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയവം. അപ്പോൾ ഈ സ്കിന്നിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? സ്കിന്നെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ എല്ലാത്തിൻ്റെയും ആവശ്യമുണ്ട്. ഇപ്പം ബോഡി നെവർ ലൈ എന്നാണ്. ശരീരം ഒന്നും കള്ളം പറയില്ല. പിന്നെ ഡോക്ടർമാർ കള്ളം പറയത്തില്ല. പക്ഷേ ഡോക്ടർമാർ മിസ്അണ്ടർസ്റ്റാൻഡായിട്ട് പലതും പറഞ്ഞെന്ന് വരാം. അപ്പോൾ അവർ കുറ്റമല്ലത് മനുഷ്യനല്ലേ. അതേസമയം രോഗികൾ പറയും എനിക്കതില്ല ഇതില്ല, പക്ഷേ അവരുടെ ശരീരം പറയും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, നമ്മൾ ഈ ഒരാളിന് അരുമ്പാറ കണ്ടെന്നിരുന്നോട്ടെ. ഈ അരുമ്പാറിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നത് എന്താണ്? ഇയാളുടെ ബോഡിയിൽ ട്യൂമർ വരാൻ എന്ന് പറയും, മുഴ വരാൻ ഉള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് ബോഡി ഒരു സിംറ്റം കാണിക്കുന്നതാണ്. ഇപ്പോൾ ചുളിവ് വന്നു കഴിഞ്ഞാൽ ആ സിംറ്റം കാണിക്കുന്നത് എന്താണ്? ഇയാൾക്ക് വൈറ്റമിൻ ഇയുടെ കുറവുണ്ട്. പിന്നെ അതുപോലെ കണ്ണും സ്കിന്നുമായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും പഠനങ്ങൾ സ്കിന്നിന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൺപോളകളാണ്. ഇപ്പം നമ്മൾ അറിയാതെ തന്നെ കടഞ്ഞു, അത് ഇൻവോളണ്ടറി മൂവ്മെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ പൊടി വന്നു കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല, കണ്ണടയും. ഇപ്പോൾ ഒരു എരിവ് ഇടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടയും. പിന്നെ അതുപോലെ അതൊരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ സ്കിന്നാണ് നമ്മുടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരു തെർമോ ഡൈനാമിക് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എയർ കണ്ടീഷൻ പോലെയാണത്. ഇപ്പം നമുക്ക് വലിയ ചൂടൊന്നിരുന്നോട്ടെ, ആ ചൂട് വരുമ്പോഴത്തേക്ക് നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ അങ്ങ് തണുക്കും. അപ്പോൾ തെർമോ ഡൈനാമിക് സിസ്റ്റം നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്നതും പരിപാലനം ചെയ്യുന്നതും സ്കിന്നാണ്. ഇപ്പോൾ സ്കിന്നില്ല ആർക്കും ജീവിക്കാൻ ഒക്കത്തില്ല. ഒരു കിഡ്നി ഇല്ലെങ്കിലും ജീവിക്കാം, ലിവറിൻ്റെ കുറേ ഭാഗം പോയി കഴിഞ്ഞാലും ജീവിക്കാം. ശരീരത്തിൽ സ്കിന്നില്ലെങ്കിൽ ജീവിക്കാനും ഒക്കത്തില്ല. മൊത്തം സ്കിൻ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്ന് പറയാൻ ഒരു അബ്സോർഷൻ നടക്കത്തില്ല, ഒന്നും നടക്കില്ല. പിന്നെ സ്കിന്നിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അവയവത്തിനേക്കായി പ്രാധാന്യമാണെങ്കിൽ തന്നെയും ഈ സ്കിന്നിനെ അങ്ങനെ ആരും സൂക്ഷിക്കാറില്ല, ആരും ഇതിന് പ്രാധാന്യം കൊടുക്കാറുമില്ല.